സെൽഫ് ലവ് എപ്പോഴും അപകടത്തിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കൊരു സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഒരു സെൽഫിഷ് മൈൻഡിലേക്ക് ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ്. ബ്രെയിൻ എപ്പോഴും ഒരു സർക്കിളിൻ്റെ അകത്തോട്ട് കയറും, ഒരിക്കലും പുറത്തോട്ട് എക്സ്പാൻഡ് ആവില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ലോൺനെസ്സിൻ്റെ എക്സ്ട്രീം ഉണ്ട്. ലോൺനെസ് എന്തൊരു കാര്യത്തിൻ്റെയും ബേസും ഉണ്ട്, എക്സ്ട്രീം ഉണ്ടെന്ന് മനസ്സിലാക്കാം. സ്നേഹിക്കുന്നുണ്ട് 10 പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനകത്ത് ഒരു അർത്ഥമില്ല. മനസ്സിലായോ? അതായത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന ഒരാളോട് ഉണ്ടാകുന്നൊരു സ്നേഹമുണ്ട് നമുക്ക്. അതിലൂടെ നമുക്ക് വളർന്ന് വലുതാവാം. കാരണം നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ശരിക്കും നമ്മുടെ കുറവുകൾ ഇല്ലാണ്ടായി മാറും. അതിനിടെ ഒരു വിഷയം ഒരു വട്ടം പറഞ്ഞൊരു സങ്കടം, പാർട്ണർ കേട്ടു. രണ്ടാമതും പറഞ്ഞു, പാർട്ണർ കേട്ടു. മൂന്നാമത് പറയുമ്പോൾ പാർട്ണർ എന്താ ചിന്തിക്കണമെന്നറിയാമോ? ഇവള് വെറുതെ നാടകം കളിക്കുക. ഈ സെൽഫ് ലവ് ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല, സെൽഫ് ലവ് ആക്ച്വലി വേണം. നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ബോധമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങൾ നമുക്ക് മാറും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, നമ്മുടെ പാരൻറ്റിങ്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹോർമോൺ മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുന്നുണ്ടായ ട്രോമാറ്റിക്കായ എന്തെങ്കിലും കാര്യങ്ങളോ, ഇതെല്ലാം നമുക്ക് മാത്രമേ അതിന് ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണെന്ന് കരുതുക. ഞാൻ ഈ പ്രശ്നങ്ങൾ വന്നിട്ട് ആതിരെ അടുത്ത് പറഞ്ഞാൽ ആതിരയ്ക്ക് ചിലപ്പോൾ ഒരു സങ്കടം തോന്നാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു സ്റ്റോറി പോലെയാണ് ഫീൽ ചെയ്യുള്ളൂ. കാരണം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. അതെ, അവിടെയും ഒരു പ്രശ്നമുണ്ട്. ആതിരെ കടന്നുപോയ അവസ്ഥയുടെ ഡെപ്ത് എന്താണെന്നുള്ള, ഒരു നോർമൽ സിറ്റുവേഷൻ ആണോ അതൊരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ആതിരയ്ക്ക് അതൊരു സ്റ്റോറി പോലെ എന്നൊരു കാര്യം പോലെ ഫീൽ ആവുള്ളൂ. പല ആളുകളും കണ്ടിട്ടുണ്ടോ, അവരുടെ വേണ്ടപ്പെട്ട ആളുകളോട് ഇരുന്ന് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയും. പക്ഷെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് പോട്ടേട്ടോ എന്ന് പറഞ്ഞ് എണീറ്റു. ഇതിലും വലിയൊരു ഇറിറ്റേഷൻ. പോട്ടെ എന്ന് പറയാനല്ല നമ്മൾ ചിലപ്പോൾ ഇത് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ അനുഭവിച്ച പെയിൻ അവർക്ക് മനസ്സിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പെയിൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയാനായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവില്ല. അവിടെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് വർക്കൗട്ട് ആകാൻ പറ്റുന്നത്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ കടന്നുപോയ സിറ്റുവേഷൻ, നമ്മുടെ കാര്യങ്ങൾ, ഒരു പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതെന്താ ഇഷ്യൂ എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റൊരാൾക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും. ചിലപ്പോൾ എനിക്ക് വണ്ണമുണ്ട്, ചിലപ്പോൾ എന്തുകൊണ്ടെന്നുള്ള എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് പല കാര്യങ്ങളും നമുക്ക് മറ്റൊരാളെ ഒരിക്കലും ബോധിപ്പിക്കാൻ പറ്റില്ല. ഈ പാർട്ട്ണർ എന്ന് പറയുന്ന കൺസെപ്റ്റേ തെറ്റാ. അങ്ങനെ നമുക്ക് ഒരിക്കലും ദൈവമല്ലാതെ വേറൊരാളെ നമുക്ക് പാർട്ട്ണറാക്കാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല അവരോട്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു നിർബന്ധമില്ല. ആതിരയുടെ ഒരു വിഷയം ഒരു വട്ടം പറഞ്ഞൊരു സങ്കടം, പാർട്ട്ണർ കേട്ടു. രണ്ടാമതും പറഞ്ഞു, പാർട്ട്ണർ കേട്ടു. മൂന്നാമത് പറയുമ്പോൾ പാർട്ട്ണർ എന്താ ചിന്തിക്കണമെന്നറിയാമോ? ഇവള് വെറുതെ നാടകം കളിക്കുക, വെറുതെ ഇമോഷൻ പറഞ്ഞ് ഇമോഷണലി അങ്ങ് വെറുതെ ഒരു സീനുണ്ടാക്കി, ആവശ്യമുള്ള സീനുണ്ടാക്കി. ഇതിലും വലിയ സിറ്റുവേഷനൊക്കെ ഞാൻ കടന്നു പോയതാ. ഉള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക, പുറത്ത് പറഞ്ഞു, ഓഹോ കുഴപ്പമില്ല, അത് പോട്ടെ, ഈ സാധനമൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായോ? ഒരിക്കലും നമ്മുടെ പാർട്ട്ണർ നമ്മൾ തന്നെ ആവുക എന്നുള്ളത്, നമ്മുടെ ശരിയും തെറ്റും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഉത്തരം നേടാൻ കഴിവ് ചെയ്യുക. എപ്പോഴാണ് സെൽഫ് ലവ് അപകടമാവണമെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. അതിലൂടെ നമുക്ക് വളർന്ന് വലുതാവാം. കാരണം നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ശരിക്കും നമ്മുടെ കുറവുകൾ ഇല്ലാണ്ടായി മാറും. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഹീലിംഗ് കിട്ടിത്തുടങ്ങും. നമ്മളെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പല ആളുകളുടെ അടുത്തും നമ്മൾ ചെല്ലുന്നതും സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നതും തെറാപ്പി ചെയ്യുന്നതും ജ്യോതിഷയുടെ അടുത്ത് പോകുന്നതും എല്ലാം വിഷയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പലപ്പോഴും അവർ കണ്ടെത്തുന്ന വിഷയം അതായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ നെഗറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് കൂടി അവസാനത്തെ OCD-യിലോട്ട് കൺവേർട്ട് ആവും. പിന്നെ നമ്മുടെ ഒരു ലോകമായിട്ട് മാറും. നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻ മനസ്സിലാവില്ല. എപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്, ചുറ്റും നിൽക്കുന്ന ജീവികളുടെ, മനുഷ്യൻ മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പെയിൻ, ഇമോഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറൊരു സൈക്കിക് ക്യാരക്ടറിലോട്ട് നമ്മൾ പോകും. നമുക്ക് ഒരാളുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാവില്ല. എന്തിന് ഞാൻ ഇമോഷൻ മനസ്സിലാക്കണം? ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചില്ല, അവരാരും എൻ്റെ ഇമോഷൻ മനസ്സിലാക്കിയില്ലല്ലോ, അതിലർത്ഥമില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ബന്ധവും നമുക്ക് നിലനിൽക്കില്ല. സെൽഫ് ലവ് ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് വേണം,
എന്നെ കെയർ ചെയ്യണം, എന്നെ കെയർ ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ നിന്നെ കെയർ ചെയ്യാം. ഇതെല്ലാം ഭിക്ഷയാണ് അങ്ങനെ കൊടുക്കുന്നത്. അതല്ല ഇനി എന്നെ നോക്കിയ അങ്ങനെ എനിക്ക് എന്ത് കിട്ടുന്നു, എന്നിൽ എന്താ നടക്കുന്നു, എനിക്ക് മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കൺസെപ്റ്റുകൾ മൊത്തം മാറിപ്പോകുന്നത്. കാരണം ബ്രെയിൻ എപ്പോഴും ഒരു സർക്കിളിൻ്റെ അകത്തോട്ട് കയറും, ഒരിക്കലും പുറത്തോട്ട് എക്സ്പാൻഡ് ആവില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ലോൺനെസ്സിൻ്റെ എക്സ്ട്രീം ഉണ്ട്. ലോൺനെസ് എന്തൊരു കാര്യത്തിൻ്റെയും ബേസും ഉണ്ട്, എക്സ്ട്രീം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദുഃഖം എന്ന് പറയുന്ന വേർഡിൻ്റെ ബേസും ഉണ്ട്, എക്സ്ട്രീമുണ്ട്. ഈ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന വാക്കിൻ്റെ ബേസും ഉണ്ട്, എക്സ്ട്രീമുണ്ട്. ഇത് ഏത് പോയിന്റിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല കാര്യം, ആ സ്നേഹം നിനക്ക് എത്രത്തോളം ഫീൽ ആവുന്നു, ആ സ്നേഹം നിനക്ക് വേണ്ട പോയിന്റിൽ ഞാൻ നിനക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ഒപ്പം തന്നെ നിൻ്റെ ഇമോഷൻ എൻ്റെ അടുത്ത് പറയാതെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, ഇത്തരമുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് സ്നേഹം എന്ന് പറയുന്ന വേർഡ് കൃത്യമായിട്ട് അതിനകത്ത് വർക്കൗട്ട് ആവുള്ളൂ. അതല്ലാതെ സ്നേഹിക്കുന്നുണ്ട് 10 പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനകത്ത് ഒരു അർത്ഥമില്ല. മനസ്സിലായോ? അതായത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന ഒരാളോട് ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട് നമുക്ക്. അത് ഭയങ്കര ഡെപ്തുള്ള സാധനമായിരിക്കും. അത് നമ്മുടെ പാർട്ണർ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ആ പാർട്ണർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വളരെ അതൊരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിന്തിക്കാം, ഇങ്ങനെ ചെയ്യുന്നതാണ് സ്നേഹം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. സെൽഫ് ലവ് എപ്പോഴും അപകടത്തിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കൊരു സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യാൻ പറ്റില്ല. സെൽഫ് ലവ് ഒരു സെൽഫിഷ് മൈൻഡിലേക്ക് ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുന്നതാണോ? സെൽഫിഷ് വേറെ, സെൽഫ് ലവ് അല്ല, ചേഞ്ച് ആവാം. ഞാൻ പറയുന്നത് ഇത് അതിലോട്ട് വേണമെങ്കിൽ ചേഞ്ച് ആവാം. അതെ, നമ്മളിപ്പോ ചില കാര്യങ്ങൾ പറയും നീ ഭയങ്കര സെൽഫിഷ് ആണെന്ന് പറയുമ്പോൾ അവർ ഡിഫൈൻ ചെയ്യും ഇതൊരു സെൽഫിഷ് അല്ല, ഇത് സത്യത്തിൽ ഒരു സെൽഫ് ലവ് ആണ്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ആണിത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് തോന്നാം അത് സെൽഫിഷ് ആണെന്ന്, അത് അങ്ങനെ ആവണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പക്ഷേ അവർക്ക് ഇതിനു മുന്നുണ്ടായ മോശമായ അനുഭവങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസ് ആയിരിക്കും അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുക, എടാ ഒരു 100 രൂപ തരുമോ, ഒരു 100 രൂപ തരും. അപ്പോൾ അതിൽ പറയാം ഇല്ല കേട്ടോ പൈസ തരില്ല, എനിക്ക് പൈസ തന്ന് സഹായിക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ഞാൻ അങ്ങനെ ആർക്കും പണം കൊടുക്കാറില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആതിരയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളതല്ല. ആതിര ഇതിന് മുന്നേ 10 പേർക്ക് പൈസ കടം കൊടുത്തിട്ട് ആ 10 സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആതിരയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 രൂപ കടം കൊടുത്ത് കളയാൻ ആതിരയ്ക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ഞാൻ ഒരു പക്ഷേ ആതിരയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് തിരിച്ച് തരാൻ പറ്റില്ലെങ്കിൽ അവിടെ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പണത്തിലൂടെ പോകണ്ട സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന പ്രിക്കോഷൻസാണ്. അപ്പോൾ അതിന് ഞാൻ വിചാരിക്കണം എന്താ ഈ എന്ത് സ്വഭാവം, ഒരു 100 എന്ത് സെൽഫിഷാണ്, അത് ഇതായിട്ടൊന്നും ബന്ധമില്ല. സെൽഫിഷായ ആൾക്കാർ എപ്പോഴും സ്കൂട്ടാവും, അതായത് നിന്ന് തപ്പിൽ മുങ്ങിക്കളയും. മനസ്സിലായി? അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള, അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ അവർ എപ്പോഴും നിൽക്കുള്ളൂ, അല്ലാതെ ഒന്നും നിൽക്കില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും, ഇപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അവരുടെ കാര്യം അവതരിപ്പിക്കും, 4-ാമത്തെ ദിവസം അവരവരുടെ വഴിക്ക് പോകും. ഇതാണ് സെൽഫിഷായ ആളുകൾ. സെൽഫ് ലവ് ഇതൊന്നുമല്ല, അവർ നമ്മുടെ അടുത്ത് ആവശ്യങ്ങളൊന്നും പറഞ്ഞ് വരില്ല, പക്ഷെ അവരുടെ അടുത്തും ആവശ്യങ്ങൾ പറഞ്ഞ് പോവുകയും വേണ്ട. മനസ്സിലായോ? പക്ഷേ ഈ സെൽഫ് ലവ് അപകടത്തിലോട്ട് പോകുന്ന ഇതുകൊണ്ടാണ്. അവസാന നിമിഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, അതൊരു സൂയിസൈഡ് ഐഡിയേഷനിലോട്ട് പോകും. ഞാൻ അവസാനം ഒന്നുമില്ല, ആരോടും ദേഷ്യം വഴക്കൊന്നുമില്ല അവർക്ക്, പക്ഷേ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. ഇത്ര നാൾ ഞാൻ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ സന്തോഷമായിരുന്നു, കാറ് വാങ്ങിച്ചപ്പോൾ സന്തോഷമായിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ സന്തോഷമായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ സന്തോഷമായിരുന്നു. ഇപ്പം എനിക്ക് പഴയ ഭക്ഷണത്തിന് രുചി കിട്ടുന്നില്ല. ഞാൻ എന്നോട് തന്നെയാട്ടോ ഈ പ്രശ്നം മൊത്തം നടക്കുന്നത്. അവിടെ മുതൽ മൊത്തം ഇല്ല ശരിയല്ല, ഞാൻ എന്നോട് എന്തോ എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ള ഈ ചിന്ത വന്ന് കയറി അതൊരു സൂയിസൈഡ് ഡിപ്രഷനിലോട്ടൊക്കെ കടന്നു പോകാം. ഇതാണ് അതിൻ്റെ സെൽഫ് ലവിൻ്റെ ഒരു അപകടവശം.